സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാൻ വിചാരിച്ചു. അതായത് ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. നൈറ്റ് ഓഫ് സോഴ്സ് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് തിങ്കിങ് ആയിട്ട്, അംബീഷ്യസ് ആയിട്ട്, ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ ഒരു ഒട്ടും ചിന്തിക്കാതെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒട്ടും ആലോചിക്കാണ്ട് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു പാസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളെ, വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്സ് വന്നത്. അങ്ങനെയുള്ള സമയത്ത് വരുന്ന കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ്. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് ഇപ്പോൾ ക്യൂൻ ഓഫ് കപ്സ്, അതായത് ഇമോഷണലി മെച്ചേർഡായ ഒരാളായി മാറി. ഹൈലി ഇൻഡ്യൂട്ടീവായി. ഹൈലി ഇൻഡ്യൂഷൻ്റെ കാർഡാണ്. ഹൈലി ഇൻഡ്യൂഷനെ ഫോളോ ചെയ്ത് പോകേണ്ട കാർഡാണ്. കൈൻഡാണ്, കമ്പാഷനേറ്റാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വളരെ കെയറിങ് ആയിട്ടും കമ്പാഷനേറ്റായിട്ടും ഇൻഡ്യൂട്ടീവായിട്ടും ഇടപെടാൻ പറ്റാവുന്ന ഒരു കാർഡാണ്. ഒരുപക്ഷെ ഒരു കൗൺസിലറൊക്കെ ആയിരിക്കാം. അടുത്ത കാർഡ് ഫ്യൂച്ചർ നോക്കുമ്പോൾ 4 ഓഫ് പെൻറ്റക്കിളാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപക്ഷെ ഒരു സ്തംഭനാവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് വരവ് ചെലവുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതായത് സാമ്പത്തിക സുരക്ഷ പരിപാലിക്കുക, സമ്പത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ ഉള്ള 4 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.